بسم الله الرحمن الرحيم. السلام عليكم. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വീട്ടിൽ നന്നായിട്ട് പഠിച്ചിട്ടല്ലോ എല്ലാവരും? പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങിയില്ലേ? അപ്പൊ ഇന്ന് ഉസ്താദ് നടത്ത ചെറിയൊരു പരീക്ഷ ഉണ്ട്. അതിൻ്റെ ഇന്നലെ നിങ്ങളോട് കുറേ അക്ഷരങ്ങൾ എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു. കുറേ മക്കൾ ചെയ്തിട്ടുണ്ട്, കുറേ മക്കൾ പറഞ്ഞ് കേട്ടിട്ടില്ല, കുറേ മക്കൾ എന്ത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പൊ ചെയ്യാത്ത മക്കളല്ലോ നാളെ ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഉസ്താദ് പറയുന്ന ദിവസം ചെയ്യണം. ഇന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഇന്ന് ചെയ്യണം, നാളെ നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ ചെയ്തു കൊണ്ടുവന്ന കുട്ടികളെല്ലാം ഉസ്താദ് പറയുന്ന കടലാസ് എടുക്കണം. അവർക്ക് മാർക്കുണ്ട്. ഞാൻ എഴുതി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് റാ, റാ, റീ, റൂ, റുൻ, മുർ. ഉസ്താദ് ആദ്യം എടുക്കാൻ വേണ്ടി പറയുന്നത് കൊണ്ടുവന്ന കുട്ടികളൊക്കെ എടുത്ത് കാണിക്കുക. റാ ശരിക്ക് കാണിച്ച മുഹമ്മദ് ശരിയാണ്. ഫർഹന്റെ ശരി, ഷംസ ഫാത്തിമ ശരി. സിനാന് റാ എടുത്ത്, ഇപ്പൊ സിനാൻ എടുത്തത് ശരി. ഫാദി റാ കാണിച്ചു തരും ഉസ്താദിന്, എടുത്തത് ശരി. അപ്പൊ ഇത്രയും കുട്ടികളെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള കുട്ടികളൊന്നും ഉസ്താദ് പറഞ്ഞ കേൾക്കാത്ത കുട്ടികളാണെന്ന് പറയേണ്ടി വരുവാ. നാളെ ചെയ്തുകൊണ്ട് തന്നെ. ഇനി വാ വാ, വെരി ഗുഡ്. മുഹമ്മദ് ശരി, ഫർഹ ശരി, ഷംസ ശരി, സിനാൻ ശരി. ഫാദി എടുത്തിട്ടില്ല, ഫാദി എടുത്ത് കാണിച്ചിട്ടില്ല. റാ, റായിന് ഫത്ത് ഇട്ടിട്ട് റാ. ഫാദി എടുക്കട്ടെ. ഇനി റീ, റീ. മുഹമ്മദ് ശരി, ഫർഹ ശരി, ഷംസ ശരി, സിനാൻ ശരി. ഫാദി റീ കണ്ടിട്ടില്ല, റായും കണ്ടിട്ടില്ല. ഇനി അടുത്തത് റോ. മുഹമ്മദ് ശരി, റോ. ഫർഹ ശരി, ഷംസ ശരി, സിനാൻ തെറ്റ്, സിനാൻ തെറ്റ്. ഫാദി റൂ ശരിയായിട്ടുണ്ട്. ഫാദിന്റെ റേ എടുത്താൻ നിന്നിട്ടില്ല, റീയും റായും എടുത്താൻ നിന്നിട്ടില്ല. റായതാ റാ, റാ. അത് വെരി ഗുഡ്. ഇതാണ് റാ. ഇനി റീ, റീ. റീ അല്ല, റീ കേട്ടാ. കൺസൺ റീ. കൺസൾട്ടേറ്റ് ഇപ്പൊ ശരിയായി കേട്ടാ. ഓക്കെ. ഇനി റൂ, റൂ കാണിച്ചു. ഇനി റോൻ, റോൻ. ഇത്രയും ആളുകൾ മാത്രം നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾ നിങ്ങൾ മാർക്ക് വാങ്ങാത്ത കുട്ടികളാകാൻ ഒരിക്കലും പാടില്ല. നിങ്ങൾക്ക് നാളെ ഇതിന്റെ പരീക്ഷ ഉണ്ടാവും കേട്ടാ. നിങ്ങളെ നാളെ പരീക്ഷ ഉണ്ടാവും. റഷാൻ മുഹമ്മദ്, റയ്യാൻ സാജിദ്, റോൻ. ഓക്കെ. ഫർഹ റോൻ, വെരി ഗുഡ്. റോൻ, വെരി ഗുഡ്. റോൻ, റോൻ. ഓക്കെ. ഇനി മോർ, മോർ. വെരി ഗുഡ്, വെരി ഗുഡ്. 6 മാർക്ക് നേടിയ, 6 മാർക്ക് മുഹമ്മദ് നേടി. ഫർഹ 6 മാർക്ക് നേടി. 6 മാർക്ക് നേടി. ഓക്കെ. ഷംസ 6 മാർക്ക് നേടി. ഓക്കെ, 6 മാർക്ക് നേടി. നീ എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് ഇവരടുത്ത് കള്ളാസ് നിങ്ങൾക്ക് ഞാൻ തരും. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പറയുന്ന സാധനം എടുത്ത് കാണിച്ചു തരണം കേട്ടോ. മുഹമ്മദിന്റെ കടലാസ് ആരുടെ കയ്യിൽ കൊടുക്ക്? ഇവന്റെ കയ്യിൽ കൊടുക്ക്. ഇനി ഫർഹന്റെ കടലാസ് ആരുടെ കയ്യിൽ കൊടുക്കണം? റിഷാന്റെ കയ്യിൽ കൊടുക്കണം. ഇനി സിനാന്റെ കടലാസ് റയ്യാന്റെ കയ്യിൽ കൊടുക്കണം. ഇനി ഫാദിന്റെ കടലാസ് ഇവന്റെ കയ്യിൽ കൊടുക്കണം.
അപ്പൊ ഇത്രയും ആളുകൾക്കുള്ള പരീക്ഷ. ഇനി ഷന്തന്റെ കടലാസ് ആർക്ക് കൊടുക്കണം? ഇപ്പൊ അസീം ഇവർക്കുള്ള പരീക്ഷ നടത്തുന്നേ. ആ വേഗം എടുത്ത് കാണിക്കണേ. ആ മുഹമ്മദ് സീഫി വെരി ഗുഡ്. ആ റയ്യാൻ സാജിദ് വെരി ഗുഡ്. റിഷാൻ മുഹമ്മദ് വെരി ഗുഡ്. റമിൻ ഫെയിൽഡ്. റാ എന്നാണ് ഞാൻ ചോദിച്ചത്, റായല്ല. അസീം നീ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ട. അസീം റാ കാണിച്ചു തരുമോ? വെരി ഗുഡ് അസീം റാ. ഇനി റാ 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 എല്ലാരും ഇവിടെ ശ്രദ്ധിക്കണേ. റാ അതൊന്നും അവനോട് ചോദിക്കാൻ പാടില്ല. റയാൻ ജംഷീർ പറഞ്ഞു കൊടുക്കല്ലേ. റാ റയാൻ ജംഷീർ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. റാ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. പറയാനും പഠിക്കണേ, പറയാനും പഠിക്കണം. ഓക്കെ കൊടുത്തോ. റാ ഓക്കെ. പിന്നെ ഇരി വെരി ഗുഡ് വെരി ഗുഡ്. തിരിച്ചു കാണിക്കൂ, ഇങ്ങനെ പിടിക്കൂ. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി റോ റോ വെരി ഗുഡ് വെരി ഗുഡ്. ലൈലവിനെ ശ്രദ്ധിക്കുന്നുണ്ടാ? പദഹ ലൈലവ്. ആ റോ ശരി വെരി ഗുഡ്. അടുത്ത റോയിൻ. റോയിൻ്റെ അടുത്ത് എല്ലാവരും. ഓക്കെ റോയിൻ റോയിൻ ഗുഡ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. പറയാനും കിട്ടണം, ഇതുപോലെ എടുക്കാൻ മാത്രം കിട്ടിയാൽ പോലെ പറയാനും കിട്ടണം. ഓക്കെ ഇനി മോർ റേ റേ റായിന് സുഖം ഇട്ടിട്ട് റേ തിരിച്ചുപിടി, ഇങ്ങനെ പിടിക്കണ്ടേ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ്. കൊടുത്ത റമീൻ തരിയില്ല കേട്ടാ. ഓക്കെ വെരി ഗുഡ്. ആ അപ്പൊ ഇതെല്ലാം കാണിച്ച ആളുകൾക്ക് 6 മാർക്ക്. പ്രിയപ്പെട്ട മക്കളെ, ഇനി നിങ്ങൾക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഉസ്താദ് ബോർഡിൽ കുറേ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടാ. ഉസ്താദ് എന്ത് ചെയ്തിട്ടുണ്ട്? ബോർഡിൽ കുറേ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറയുന്ന ആള് വന്നിട്ട് ഇവിടെ ചോക്കുണ്ട്, ആ ചോക്ക് എടുത്തിട്ട് ആ അക്ഷരത്തിന്റെ മേലെ ഒരു വര ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു വര, നേരത്തെ പറഞ്ഞ പോലെ. ആ ഇങ്ങനെ ഒരു വര, ഇങ്ങനെ ഒരു വര. എല്ലാവർക്കും മുകളിൽ എത്തൂല്ലെങ്കിൽ ആ തൊട്ട് കാണിച്ചെന്നാലും മതി, എത്താത്ത ആൾക്കാരെ തൊട്ട് കാണിച്ചെന്നാൽ മതി കേട്ടാ. അപ്പൊ ഞാൻ ആദ്യം വിളിക്കുന്നത് റയ്യാൻ സാജിദിനെയാണ്. റയ്യാൻ സാജിദ് ബായിന് വര ഇട്ട് കൊടുക്കണം. ബാ ആ ചോക്കെടുക്ക്. റയ്യാൻ സാജിദ് വളരെ കാണിച്ചെടുക്കല്ലേ. ബാ കാണിച്ചു തന്നത് ശരിയാണ്. അപ്പൊ ബായിന് എന്ത് ചെയ്തു? റയ്യാൻ സാജിദ് വര ഇട്ടു. ഇനി ഹബീബാക്ക് കഴിയൂലേ? ആവൂലേ? ഹബീബ നമുക്ക് പയ്യെ നോക്കാം. ഷൻസ ഫാത്തിമ സീൻ. ഷൻസ ഫാത്തിമ സീൻ. മോള് കയറാൻ പറ്റൂലേ? സീൻ എവിടെ? ആ പൊട്ടിയ ആള് പോയി. അപ്പൊ ഷൻസ ഫാത്തിമനെ തൽക്കാലം അവിടെ തന്നെ നിൽക്കട്ടെ. അടുത്തത് നമ്മുടെ സൈനബ് സീൻ. കയറിക്കതിന് മോള് കയറാൻ കഴിയോ? വീണക്കല്ലേ? ആ ഓക്കെ. സൈനബ് വെച്ച ശരിയാണ്. വെരി ഗുഡ്. അടുത്തത് ഷൻസ ഫാത്തിമ ഏതാ സീൻ? ഏതാണ് സീന്? ആ ഷൻസ ഫാത്തിമ എന്തോ ഒരു ചിന്തയിലായിപ്പോയതുകൊണ്ടാണ് കാണിച്ചത്. സീന് ഏതാണ്? സീൻ അതാണ് സീൻ. ഓക്കെ കേട്ടാ, ഇനി മറക്കല്ലേ. ഇനി അസീം. ആ എല്ലാവരും വരക്കുന്നത് നോക്കണേ. നൂൻ അസീം നൂൻ. ഗുഡ് ഗുഡ്. ആ ഫർഹാൻ റാ അല്ല, ഫർഹാൻ എവിടേക്ക്? ഫർഹ റാ. ശ്രദ്ധിക്കണം മോളെ. ആ ഗുഡ്. ഓക്കെ. ആ ഇനി ആരാണ്? സൈനബ് പറഞ്ഞിടത്തിനാ? അയ്യോ ഇല്ല പറഞ്ഞിടത്തൊന്നുമില്ല. ഇനി അടുത്തത് നമ്മുടെ റമീൻ. എല്ലാവർക്കും ഉണ്ട് ചാൻസ്. ലാം ലാം. ഓക്കെ. ആ റമീൻ തൊട്ടത് ലാമിന് തന്നെയാണ്. അപ്പൊ ലാമിന് വരയിട്ട് കൊടുത്തു ഉസ്താദ്, വരയിട്ട്. ഓക്കെ. ഇനി അടുത്തത് റിഷാൻ മുഹമ്മദ്
ഹാ 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 ആ ആ ഇതല്ല ഇതാ ഏതാണ് ഹാ ആ മാഷാ അല്ലാഹ് ഇതാണ് ശരി കേട്ടോ ഓക്കെ ഇനി മുഹമ്മദ് സീഫി കാഫ് മുഹമ്മദ് സീഫി കാഫ് കണ്ടുപിടിച്ചിട്ടില്ല ഇനി അടുത്തത് ഏത് കാഫ് അതാണല്ലേ ആ അങ്ങോട്ട് വാദിക്ക് ഫാദി കാഫ് ഫാദി കാഫ് കേറി നോക്കി ഫാദി ആ ഗുഡ് ഇതാണ് കാഫ് മുഹമ്മദ് കാഫ് കണ്ടുപിടിച്ചോ ആ ഇനി അടുത്ത റയാൻ സാജിദ് അല്ല റയാൻ ജംഷീർ മീം അതാണ് മീം ഇനി അടുത്തത് ഹംദാൻ ദാൽ ഓക്കെ ഇനി ഏതാ ഉള്ള ആരിഫ് അത് മുഹമ്മദ് അപ്പൊ മക്കളെ ഇനി ഒരക്ഷരത്തെ നമ്മളവിടെ ബാക്കി വെച്ചിട്ടുണ്ട് അതെന്തിനാന്നറിയോ അതാണ് നമ്മുടെ പുതിയ ഞാൻ പേര് ഉസ്താദ് പറഞ്ഞു തന്നിട്ടില്ല അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചത് ഉസ്താദ് പറഞ്ഞു കണ്ടിട്ട് എവിടെ വെരി ഗുഡ് ഓർമ്മയുണ്ട് അപ്പൊ നമുക്ക് ഈ പുതിയ പാഠത്തിന് നമ്മൾ പുതിയ പഠിക്കേണ്ട അക്ഷരം ഏതാണ് വാവ് ഇനി ഉസ്താദ് എന്താ പാട് വളരെ എളുപ്പമാണ് വാവാണ് പേരല്ലേ പുതിയ അക്ഷരത്തിന്റെ പേരെന്താണ് അപ്പൊ വാവ് വെച്ചുകൊണ്ടുള്ള എഴുതിക്കൊണ്ടുള്ള ആ വാവിനെ കുറിച്ചുള്ള പാഠം നമുക്ക് പഠിക്കാം ഇപ്പൊ പൊന്നുമക്കള് നമ്മൾ പുതിയ ഇന്ന് പഠിച്ച അക്ഷരത്തിന്റെ പേര് പറഞ്ഞാട്ടെ വാവ് അല്ലേ ഇനി നിങ്ങളുടെ ബോഡിയിലൊക്കെ ശ്രദ്ധിക്ക് ചുവന്ന അക്ഷരത്തിൽ എഴുതിയത് ചുവന്ന കളർ പിന്നെ ചോക്കിൽ എഴുതിയ അക്ഷരത്തിന്റെ പേര് സിനാനെ ഇവിടെ നോക്കേ രണ്ടാമത്തതോ മൂന്നാമത്തതോ അല്ലേ ഉസ്താദ് റായിന് ഫാത്തിഹ കൊടുത്തപ്പോ നിങ്ങൾ എന്താ വായിച്ചേ റായിന് ഫാത്തിഹ കൊടുത്തപ്പോ വാന്ന് വായിച്ചോ അല്ലേ ദാലിന് ഫാത്തിഹ കൊടുത്തപ്പോ ഇത് നമുക്ക് വാവിന് ഫാത്തിഹ കൊടുക്കാം വാവിന് ഫാത്തിഹ കൊടുക്കാം ഇപ്പൊ ഉസ്താദ് എന്ത് ചെയ്യുന്നു വാവിന് ഫാത്തിഹ കൊടുക്കുന്നു ഇവിടെ ശ്രദ്ധിക്കാത്ത ആള് നാളെ പരീക്ഷ ഉണ്ട് നാളെ പരീക്ഷ ഉണ്ട് കേട്ടാ മറ്റന്നാള് പരീക്ഷ ഉണ്ട് ഇപ്പൊ ശ്രദ്ധിക്കണേ ഇതാ ഫാത്തിഹ കൊടുത്തു വാ ഇനി ഉസ്താദ് റായിന് എന്താ കൊടുത്തു നോക്കണേ റായിന് സുക്കൂൻ കൊടുത്തു ഇപ്പൊ നിങ്ങൾ വായിച്ചേ രണ്ടു കൂടി വായിച്ചേ രണ്ടു കൂടി എല്ലാ മക്കളും വർഗം തന്നെ വാവ് പഠിച്ചു അത് എഴുതാൻ വേണ്ടി പഠിച്ചു അല്ലേ ഇനി ഉസ്താദ് നിങ്ങൾക്കുള്ള ചെറിയ പരീക്ഷ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് എടുക്കുക അക്ഷരങ്ങളുടെ പേര് ഇതുപോലെ എഴുതണേ അച്ഛാ വാവ് എഴുതു വാവ് എങ്ങനെ എഴുതുക വാവിന്റെ രീതി എങ്ങനെ എഴുതല് അങ്ങനെയല്ല ഇവിടുന്ന് തുടങ്ങാം ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരാം ഇവിടുന്ന് തുടങ്ങാം ഇങ്ങനെ കൊണ്ടുവരാം എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇങ്ങോട്ട് വരാം വാവ് എഴുതിയില്ലേ റായ് എങ്ങനെ എഴുതല് ഇവിടെ എഴുതാൻ പഠിച്ചത് റായ് ഇതുപോലെ എഴുതി ഇതുപോലെ വരാം ഇനി അടുത്തത് ദാൽ എഴുതിയാട്ടെ ദാല് നമ്മ പഠിച്ച ദാല് വന്നില്ലേ ഓക്കെ ദാല് ഇവിടെ എഴുതി ദാൽ എഴുതിയില്ലേ എന്റെ ഉസ്താദ് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണേ വാവിനെ ബി എന്നാക്കും വേഗം ഒരു സെക്കൻഡ് തരുവേ വാവിനകത്ത് ബി എന്നത് ബി ഇനി റായിനെ എന്നാക്കും ഇനി ദാലിനെ തുൻ എന്നാക്കും ഓക്കെ ഇനി അത് വായിച്ചു നോക്കിയാ നിങ്ങള്
ആ വീറേതുൻ അതാ എഴുതേണ്ടത് വീറേതുൻ വീറേതുൻ ആ ഇനി ആര് തെറ്റ് ശരിയായ പരിശോധിക്കുക വീറേതുൻ ശരിയായ കുട്ടികൾ ആരൊക്കെ സൈഫ് നോക്കട്ടാ എല്ലാ മക്കളും പറഞ്ഞാട്ടെ വാവിന് എന്ത് കൊടുക്കണോ ആ കൊടുത്താട്ടെ കസർ കൊടുത്താട്ടെ എവിടെ കസർ കൊടുക്കണ്ടേ അതാണ് പറഞ്ഞത് അതാണ് നമ്മൾ തമ്മിൽ തെറ്റത് അതാണ് നമ്മൾ തമ്മിൽ തെറ്റുന്നത് കസർ എവിടെ കൊടുക്കണ്ടേ ഇവിടെ കസർ കൊടുക്കണ്ടേ ആ വാവിന് എന്ത് കൊടുക്കണോ സുക്കൂൻ കൊടുത്ത ആ അത് അവിടെ നമ്മുടെ തെറ്റുമാണ് അന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതിനോട് എത്ര നീ നമ്മളെ തെറ്റിച്ച പോലെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം ഇവിടെ നിന്നാണ് ചെയ്യേണ്ടത് ആ ഇനി ദ്വൈൻ ഇപ്പം ചെയ്യട്ടെ മുഹമ്മദ് ചെയ്യട്ടെ ദ്വൈൻ എവിടെ തനിമയിൽ നമ്മൾ തുടങ്ങി നോക്കട്ടെ ആ ഇത് ശരിയാവൂല അപ്പൊ നീ എന്ത് ചെയ്യണോ നീ തനിമയിൽ നമ്മൾ നോക്കി പഠിക്കണം ഇതാ ഇങ്ങനെ ഒരു വര കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം ഇതാ ആ അടുത്ത വാക്കുസ പറയില്ലേ അടുത്തത് വേഗം വാവ് എഴുതുക ഇതാ വാവ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ ഇതാ ഇതുപോലെ എഴുതിയില്ലേ ആ വാവ് ആ ഓക്കെ ആ ഇനി ലാം എഴുതി ലാമ് ലാം എഴുതി ആ ഇനി അതിനോട് ചേർത്ത് 4 എഴുതി 4 ആ 4 പെട്ടെന്ന് തന്നെ ആ ഇനി ആ വാവിൽ നമ്മോട്ട് ഇൻഷാല്ലാ ബാക്കി നമുക്ക് നാളെ പഠിക്കാം സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ സ്വല്ലല്ലാഹു വസല്ലം അലൻ നൂരിൽ മുബീൻ അഹ്മദൽ മുസ്തഫ സയ്യിദിൽ മുർസലീൻ